ഹബീബിനോടുള്ള ബഹുമാനം, നമ്മുടെ സഹോദരിമാർക്ക് നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള പാഠമുണ്ടതിന്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സ്രഷ്ടാവായ ഉടമസ്ഥനായ അല്ലാഹുവിന് എതിരായിട്ട് ഒരു പടപ്പിനെയും ലോകത്ത് അനുസരിക്കേണ്ടതില്ലെന്നാണ്. പടച്ചതമ്പുരാനെതിരായിട്ട് ഭർത്താവാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മാതാപിതാക്കളെക്കാളും ഒരുപക്ഷേ താൻ ഏറ്റവും അനുസരിക്കേണ്ടത് ഭർത്താവിനെയാണെന്നാണ് ഇസ്ലാം പറയാം. ആ ഭർത്താവ് തന്നെ തന്നോട് ഹിജാബ് ധരിക്കണ്ട എന്ന് പറയുകയോ അന്യ പുരുഷന്മാരിലേക്ക് ഇറങ്ങി പുറപ്പെടണമെന്ന് പറയുകയോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു കാര്യം പറയുകയോ ചെയ്താൽ അത് ഭർത്താവാണെങ്കിൽ പോലും, ഉപ്പയാണെങ്കിൽ പോലും, ഉമ്മയാണെങ്കിൽ പോലും അനുസരിക്കൽ പാടില്ല. അവൾ അനുസരണം അള്ളാഹുവിനാണ്. അള്ളാഹുവിനെതിരായി ഒരാളെയും അനുസരിക്കേണ്ടതില്ല. സർവർക്ക് എതിരാണെങ്കിലും അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത് എന്ന ദീനിന്റെ ഒരു ഖാഇദയുണ്ട്, ഒരു നിയമമുണ്ട്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. വീടുകളിൽ കുഴപ്പമുണ്ടാകുമ്പോൾ വാപ്പ പറയും, എളാപ്പാന്റെ വീട്ടിലേക്ക് സ്വന്തം അനുജന്റെ വീട്ടിലേക്ക് മക്കൾ പോകരുത് പറയാറില്ലേ? ആ കല്യാണത്തിന് കൂടരുത്, ആ ഹൗസ് വാമിങ്ങിന് പോകരുത്, ആ സൽക്കാരത്തിന് നോമ്പ് തുറക്കും നമ്മളാരും പോകരുത് എന്ന് വാപ്പ പറഞ്ഞാൽ പോലും കുടുംബ ബന്ധം മുറിക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിനത് ഇഷ്ടമല്ല. വാപ്പയുടെ മനസ്സ് നോവിക്കാത്ത വിധം ആ കുടുംബ ബന്ധം ചേർക്കാൻ പറ്റുമെങ്കിൽ മക്കൾ ചേർക്കുകയാണ് വേണ്ടത്. അതിൽ ഉപ്പയോട് ധിക്കരിച്ചു എന്ന കുറ്റം അള്ളാഹു കൊടുക്കില്ല. എന്തുകൊണ്ട്? അനുസരണ ആദ്യം അള്ളാഹുവിനാണ്. സ്വന്തം ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കോ എന്ന് പറയുന്ന ഉമ്മമാരുണ്ട്, അല്ലെങ്കിൽ ഉപ്പമാരുണ്ട്. ഒരു കാരണവുമില്ലാതെ നിസ്സാരമായ വിഷയങ്ങൾക്ക് അയ്യുർരിജാലിൽ മുഹദ്ദബു, എല്ലാം തികഞ്ഞ ഒരു ആണിനെ കിട്ടുമോ ലോകത്ത്? പിന്നല്ലേ പെണ്ണിനെ? എല്ലാം തികഞ്ഞൊരു ആണിനെ കിട്ടുമോ? വലസ്താ ബിമുസ്തബിഖിൻ അഖല്ലാ തലുമ്മുഹു അലാ ശാഅസിൻ അയ്യുർരിജാലിൽ മുഹദ്ദബു. അങ്ങനെ ന്യായമായ ശറഅ അംഗീകരിക്കുന്ന ഒരു കുറ്റമോ ഒരു കുറവോ ഒരു ന്യൂനതയോ ഇല്ലാത്ത ഒരു പെണ്ണിനെ നിസ്സാരം. നമ്മുടെ ഹൗസ് വാമിങ് നടന്നപ്പോ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം കുറവായിരുന്നു. കുട്ടി പ്രസവിച്ചപ്പോ അവര് കൊണ്ടുവന്ന ആഭരണത്തിന് തൂക്കം പോരാ. ഇങ്ങനെ നിസ്സാരമായ ദുന്യാവിന്റെ വിഷയം പറഞ്ഞ് സ്വന്തം ഭാര്യയെ ഒഴിവാക്കണം എന്ന് ഒരു ഉമ്മയോ വാപ്പയോ പറഞ്ഞാൽ പോലും അവിടെ മക്കൾക്ക് അനുസരിക്കൽ നിർബന്ധമില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യമാണ് ത്വലാഖ്. അത് ഒരു കാരണവുമില്ലാതെയാണ് ഇവർ ചെയ്യാൻ പറയുന്നത്. അതിനനുസരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, പിതാവ് വലുതാണ്, അബൂ സുഫിയാൻ എന്നവർ വലിയ ആളാണ്, തനിക്ക് ജന്മം നൽകിയ ജനകനാണ്, തന്റെ ഉമ്മയാണ്, മഹദിയുടെ ഉമ്മയാണ് ഹിന്ദ് ബിൻത് ഉത്ബ. ഹിന്ദ് ബിൻത് ഉത്ബ റളിയല്ലാഹു അൻഹ പിന്നീട് സ്വഹാബിയത്തായി മാറി. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുമ്പോ ആ പച്ചയായ ശരീരം കത്തികൊണ്ട് തുറന്ന് കരള് പുറത്തെടുത്ത് കടിച്ചു തുപ്പി ചവച്ചു തുപ്പിയ ആ ഒരു ദേഷ്യം കാണിച്ചവരാണ് ഈ ഉമ്മു സലമ, ഈ ഉമ്മു ഹബീബ ബീവിയുടെ ഉമ്മ ഹിന്ദ് ബീവി. അവര് പിന്നെ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചാൽ ഇന്നൽ ഇസ്ലാമ യജുബ്ബു മാ കാന ഖബ്ലഹു, ഇസ്ലാം സ്വീകരിച്ചാൽ അതിനു മുമ്പുള്ളതെല്ലാം എല്ലാം എല്ലാം അല്ലാഹു എന്നേക്കുമായി പുറത്തു കൊടുക്കും. അതുകൊണ്ട് മഹദിമാരെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. ഹിജാബ് ധരിക്കുന്ന അച്ചടക്കത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികളോട് നീ അങ്ങ് ഷാള് ധരിച്ചാൽ മതി എന്ന് പറയുന്ന പുരുഷന്മാരുണ്ട്. നിഖാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടികളോട് ഇത്രയൊന്നും നീ വല്ല സൂഫിയൊന്നും ആവണ്ട എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ഭർത്താക്കന്മാരുണ്ട്, അല്ലെങ്കിൽ ഉമ്മമാര്, ഉപ്പമാര്, ആങ്ങളമാര്. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു വിഷയം ആര് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.